പുഴയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച പ്രദേശങ്ങളുടെ 1 കിലോമീറ്റർ പരിധിയിലെ താറാവുകളെ നാളെ കൊന്നൊടുക്കും. എടത്വ പഞ്ചായത്തിലെ കൊടപ്പുന്നയിലും ചെറുതന പഞ്ചായത്തിലെ 3-ാം വാർഡിലുമാണ് കള്ളിംഗ് നടത്തുന്നത്. പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്ത പ്രദേശങ്ങളിൽ താറാവിന്റെ മാംസം, മുട്ട എന്നിവയുടെ വിൽപ്പനയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. ഇന്നലെയാണ് ജില്ലയിലെ എടത്വ ചെറുതന പഞ്ചായത്തുകളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. എടത്വ പഞ്ചായത്തിലെ 1-ാം വാർഡിൽ വരമ്പിനകം പാടശേഖരത്തിലും ചെറുതന പഞ്ചായത്തിലെ 3-ാം വാർഡിലുമാണ് വളർത്തു താറാവുകളിൽ പക്ഷിപ്പനി കണ്ടെത്തിയത്. ഈ സാഹചര്യത്തിലാണ് ആക്ഷൻ പ്ലാൻ പ്രകാരം പ്രഭവ കേന്ദ്രത്തിന് 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള വളർത്തുപക്ഷികളെ കൊന്നു നശിപ്പിക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങാൻ ജില്ലാ കളക്ടറുടെ യോഗം തീരുമാനിച്ചത്. ദ്രുതകർമ്മ സേനാ രൂപീകരണവും അനുബന്ധ ഒരുക്കങ്ങളും പൂർത്തിയാക്കി നാളെ കള്ളിംഗ് നടത്തും. എടത്വയിലെ വരമ്പിനകത്ത് ഒരു കർഷകന് മാത്രം 7500ഓളം താറാവുകളുണ്ട്. ഏറ്റവും കൂടുതൽ നഷ്ടത്തിലായി ഇപ്പം നമ്മൾ കിടക്കുന്നത്. ഇത് വളർത്തി ഇതിനെ ഒരു പ്രായം വരെ ആക്കുന്നതിന് മാത്രം കടവും വരെ മേടിച്ച് ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത്. ഈ സ്ഥിതി വന്നപ്പോൾ നമ്മൾ എന്നാ ചെയ്യണമെന്നുള്ള ഇതിലാണ് നമ്മൾ അവര് നിൽക്കുന്നത്. 7500 താറാം കുഞ്ഞാണ് ഇത് കൊച്ചിലെ കൊണ്ട് വളർത്തി ഈ പരിവാക്കിയത് ഇത്രയും ദിവസം കഷ്ടപ്പെട്ട്. എടത്വയിലും ചെറുതനയിലുമായി 10 കർഷകരുടെ താറാവുകളെ കൊന്നൊടുക്കേണ്ടി വരും. വളർത്തുപക്ഷികളെ കൊന്നൊടുക്കുന്നതിന് നഷ്ടപരിഹാരമായി താറാവൊന്നിന് 200 രൂപ നഷ്ടപരിഹാരം നൽകും. ഇത് പര്യാപ്തമല്ലെന്ന് കർഷകർക്ക് പരാതിയുണ്ട്. പക്ഷിപ്പനി സ്ഥിരീകരിച്ചതോടെ താറാവുകൾ, അവയുടെ മാംസം, മുട്ട എന്നിവയുടെ ഉൽപ്പന്നം നിർത്തിവെക്കാൻ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചു. റിപ്പോർട്ടർ, ആലപ്പുഴ.